ഒരു ന്യൂട്രീഷനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്റെ കാര്യം മാത്രമല്ല എനിക്ക് ചുറ്റുള്ളവരുടെ ഹെൽത്തും ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ദേ അതിലൊരാളാണ് ഈ കുഞ്ഞിപ്പെണ്ണ്. എന്റെ മോളാണ് 2 വയസ്സുള്ളൂ കേട്ടോ. എന്റെ മോള് ഒരു ദിവസം എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം കൊടുക്കും. ജീരക വെള്ളമാണ് കൊടുക്കാറുള്ളത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് പ്രോട്ടീൻ ഷേക്കും ബ്രൗൺ ചെന ബോയിൽ ചെയ്തതും 2 നൂൽപുട്ടും പിന്നെ സ്പിനാച്ച് ഓംലെറ്റും ആണ് കേട്ടോ. ഇത് മുഴുവനൊന്നും കഴിക്കില്ല കേട്ടോ, കുറച്ചേ കഴിക്കും. ഇപ്പൊ യുഎയിൽ സമ്മർ സീസൺ ആയതുകൊണ്ട് മിഡ് ടൈമിൽ എന്തെങ്കിലും ഫ്രൂട്ടോ അല്ലെങ്കിൽ ബട്ടർ മിൽക്കോ ആണ് കൊടുക്കാറുള്ളത്. ഇന്ന് കൊടുക്കുന്ന സ്ലൈസർ മാംഗോ ആണ്. ദിവസവും ഫ്രൂട്ട് മാറ്റി മാറ്റി കൊടുക്കും. ലഞ്ചിന് എന്റെ മോളുടെ ഫേവറേറ്റ് ദാൽ കിച്ചടിയും ചീരത്തോരനും ബോയിൽഡ് പെപ്പർ ചിക്കനും ആണ് കേട്ടോ. ഇതിലൊന്നും തന്നെ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. ദാൽ കിച്ചടിയിൽ മാത്രം കുറച്ച് ബട്ടർ ആഡ് ചെയ്തു. പൊതുവേ ഞങ്ങൾ ഓയിൽ കൺസപ്ഷൻ വളരെ വളരെ കുറവാണ്. ചിക്കനിൽ ലൈറ്റ് സ്പൈസസ് ചേർത്ത് ബോയിൽ ചെയ്തെടുത്തതാണ്. ബോണോട് കൂടിയാണ് കൊടുക്കുന്നത്. അവൾ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോളും, ഞാൻ അവളുടെ കൂടെ ഇരിക്കും. ഈവനിങ് സ്നാക്ക് ടൈമിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ സീഡ്സോ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നത്. ഇന്ന് സ്ലൈസ്ഡ് പൈനാപ്പിളും റോസ്റ്റഡ് മക്കാനയാണ് കൊടുത്തത്. ഈ കൊടുക്കുന്നൊന്നും അവൾ മുഴുവനായിട്ട് കഴിക്കില്ല കേട്ടോ. അവൾക്ക് വേണ്ടത് എടുത്തിട്ട് ബാക്കി അവിടെ വെക്കും. ഇനി ഡിന്നറിന് മില്ലറ്റ് ദോശയും ഉച്ചയ്ക്ക് കൊടുത്ത പെപ്പർ ചിക്കൻ തന്നെയാണ് കൊടുക്കുന്നത്. എന്റെ ഡിന്നർ ടൈം 5:30 ആയതുകൊണ്ട് അപ്പൊ കഴിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവളുടെ അച്ഛന്റെ കൂടെ കുറച്ച് കഴിക്കും. ഇതാണ് കേട്ടോ എന്റെ മോളുടെ ഒരു ദിവസത്തെ ഫുഡ് റൂട്ടീൻ. ഇന്നൊരു കാര്യം എടുത്തു പറയട്ടെ, മോൾക്ക് ഇതുവരെ ചോക്ലേറ്റോ മിഠായികളോ സോഫ്റ്റ് ഡ്രിങ്ക്സോ പാക്കഡ് ഐറ്റംസോ അതായത് ലൈസ് കുർക്കുറെ പോലുള്ള ഐറ്റംസ് ഒന്നും തന്നെ ശീലമാക്കിയിട്ടില്ല. ഒരു പീസ് വെച്ച് മാസത്തിൽ 1-2 തവണ മാത്രമാണ് ചോക്ലേറ്റ് കൊടുക്കുന്നത്. അതും അതിന്റെ ന്യൂട്രി വാല്യൂ നോക്കിയിട്ട് മാത്രം. കുട്ടികളിൽ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ചെയ്യണം. കുട്ടികളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സിന്റെ കയ്യിലാണ്. കുട്ടികളാണ് വാശി പിടിക്കും, പക്ഷെ ആ സിറ്റുവേഷൻ ജെന്റലായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഹെൽത്തി റൂട്ടീനാണ് ഭാവിയിൽ അവർ ഫോളോ ചെയ്യാൻ പോകുന്നതും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിനും റീസൺ. ന്യൂട്രിയൻഫുൾ ആയിട്ടുള്ള ഫുഡ് റൂട്ടീൻ അവർ ശീലമാക്കുക. ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രം പോരാ, എന്താണ് ഹൈജീൻ എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പാരന്റ്സിന് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ ഹാപ്പി പാരന്റിംഗ്, സേവ് ചിൽഡ്രൻ.